കഥ തുടരുന്നു. ബോധമറ്റതുപോലെ അഞ്ജന കുഴഞ്ഞു വീണു. നിലവിളി കേട്ട് മൃദുല ഓടി വന്ന് അവളെ പിടിച്ചു. അവളും വല്ലാതെ പരിഭ്രമിച്ചു. ഇനി എൻ്റെ മോളെ തല്ലരുത്, വീണ്ടും അടിക്കാനായി തുനിഞ്ഞ അജിത് മേനോനെ മേനക തടഞ്ഞു. കടലാസ് കീറുകൾ ഫാനിൻ്റെ കാറ്റിൽ പാറിക്കളിച്ചു. അഞ്ജന കണ്ണുമിഴിച്ച് അജിത് മേനോനെ നോക്കി. കണ്ണീരും തീപ്പൊരിയും ആ കണ്ണുകളിലുണ്ടായി. അവൾ മൃദുലയുടെ തോളിൽ പിടിച്ച് എഴുന്നേറ്റു. കവിളുകൾ ചുവന്നു. ചോര തെറിക്കും വിധം തുടുത്തു. എന്നോട് ധിക്കാരം പ്രവർത്തിക്കുന്നോടി. ഞാൻ ആരാണെന്നാണ് നീ കരുതിയത്? നിന്റെ ഡാഡിയുടെ സ്ഥാനത്താണ് ഞാൻ. മേനോൻ അഞ്ജനയെ നോക്കി വിറച്ചുകൊണ്ട് ആക്രോശിച്ചു. നിന്റെ ഡാഡി ഉണ്ടല്ലോ, രാജേന്ദ്ര മേനോൻ, അയാൾ എന്നെ അനുസരിക്കുമായിരുന്നു. സംശയമുണ്ടെങ്കിൽ നിന്റെ മമ്മിയോട് ചോദിച്ചു നോക്ക്. എൻ്റെ ഡാഡിയെപ്പറ്റി ഒരക്ഷരം പറയരുത്, അഞ്ജന പറഞ്ഞു. എന്താ, ചത്തുപോയ അയാൾ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമോ? ഈ എസ്റ്റേറ്റ് ഇത്രയും വളർത്തിയെടുത്തത് ഞാനാണ്. അയാൾ ഇത് പ്ലാൻ ചെയ്തെന്നേ ഉള്ളൂ. യു ഷട്ടപ്പ്. അഞ്ജന കഴിയുന്നത്ര ശബ്ദമുയർത്തി അലറിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു ചെന്ന് അയാളുടെ കരണത്തടിച്ചു. അവളെ തന്നെ മറന്നുപോയി. ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. അടികൊണ്ട കവിളിൽ കൈവച്ച് അയാൾ തരിച്ചു നിൽക്കുമ്പോൾ അവൾ ആക്രോശിച്ചു. ഒരു ജോലിക്ക് വേണ്ടി എൻ്റെ ഡാഡിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന കാലം മുതൽ എനിക്ക് തന്നെ അറിയാം. എൻ്റെ ഡാഡി മരിച്ചതാണോ താൻ കൊന്നതാണോ? ഇപ്പോൾ തനിക്ക് എന്നെയും കൊല്ലണമല്ലേ? എന്നെ കൊല്ലാനല്ലേ താൻ ഗുണ്ടകളെ അയച്ചത്? ഡ്രൈവർ മാധവനും അതിന് കൂട്ടുനിന്നു. അയാളെ ഞാൻ വെറുതെ വിടില്ല, തന്നെയും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ആരാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്? മേനോൻ ചോദിച്ചു. അതിന് മറുപടി പറയാതെ അഞ്ജന ചോദിച്ചു. എൻ്റെ മമ്മിയെ നിങ്ങൾ ഉപദ്രവിച്ചത് എന്തിനാണ്? മമ്മിയുടെ ദേഹത്തെ ഈ പാടുകൾ എങ്ങനെയുണ്ടായതാണ്? ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള കാര്യങ്ങളാണ്. അതിൽ നീ ഇടപെടണ്ട. എൻ്റെ മമ്മിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടും. എനിക്കതിനുള്ള അവകാശമുണ്ട്. ഇതെൻ്റെ ഡാഡിയുടെ ബംഗ്ലാവാണ്. നിങ്ങളെ ഇനി ഇവിടെ കാണരുത്. നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് മതിയായി. അത് പറയാൻ നീ ആരാണ്? ഇപ്പോൾ ഇതൊക്കെ എൻ്റേതാണ് അല്ലെന്ന് നിൻ്റെ മമ്മി പറയട്ടെ. അഞ്ജന അത് കേട്ട് നടുങ്ങി. അയാൾ വ്യാജ റെക്കോർഡുകൾ ചമച്ച് എസ്റ്റേറ്റ് സ്വന്തമാക്കിയോ എന്നവൾ ഭയന്നു. ഒരു ചുക്കും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം വാങ്ങിക്കൊണ്ട് പിരിയാം. മോളെ, മേനക വിളിച്ചു. മമ്മിയൊന്ന് ചുമ്മാതിരി. മമ്മിക്കറിയില്ല, ഇയാൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയാണ്. മമ്മിക്കെന്താ ഇയാളെ പേടിയാണോ? ഇയാളൊരു ചെകുത്താനാണ്, ഡെവിൾ. അതേടി, കാണണോ നിനക്ക്? അജിത് മേനോൻ വസ്ത്രത്തിനുള്ളിൽ നിന്നും പിസ്റ്റൾ എടുത്തു. ഒരു ചെറിയ തോക്കാണ് അത്. അയാളത് അഞ്ജനയുടെ നേരെ നീട്ടി ചൂണ്ടുവിരൽ ട്രിഗറിൽ മുട്ടിച്ചു. കൊല്ലും ഞാൻ. എന്നോട് കളിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. ചുട്ടു ഞാൻ കുഴിച്ചു മൂടും. തോക്ക് കണ്ടപ്പോൾ മൃദുല ഭയന്നു പോയി. അവൾ അഞ്ജനയെ പിടിച്ചു മാറ്റി. വിടടി, അയാൾ കൊല്ലട്ടെ. കൊന്നിട്ട് അയാൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഒന്ന് കാണണമല്ലോ. അഞ്ജന കുതറി. അവളെ ബലമായി പിടിച്ചു മാറ്റി മുന്നിലേക്ക് ചെന്ന് മൃദുല പറഞ്ഞു. സർ, ദയവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്ത് അവിവേകമാണ് സാർ കാണിക്കുന്നത്? ഈ തോക്ക് മാറ്റ്, എനിക്ക് പേടിയാകുന്നു. അവൾ എന്നോട് ധിക്കാരം കാട്ടിയത് കണ്ടില്ലേ? അവളെപ്പോലൊരു പെണ്ണിന് പറ്റിയതാണോ അത്? സർ, ക്ഷമിക്കേ. അവൾ വീണ്ടും വിചാരമില്ലാതെ ചെയ്തതാണ്. അവൾക്ക് വീണ്ടും വിചാരം ഞാനുണ്ടാക്കും. എടി, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. അജിത് മേനോൻ ഒരു ഭീരുവൊന്നുമല്ല. നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് കൂലിക്ക് ആളെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കൊന്ന് ഇവിടെ കുഴിച്ചു മൂടും. ഒരു കുഞ്ഞും എന്നോട് ചോദിക്കില്ല. അറിയാമോ നിനക്ക്? അഞ്ജന അയാളെ തീക്കണങ്ങൾ കൊണ്ട് നോക്കി. മേനക അയാളെ പിടിച്ചു മാറ്റി. പോ, എൻ്റെ കുഞ്ഞിനെ തൊടരുത്. അയാൾ പിന്നോട്ട് മാറിക്കൊണ്ട് പറഞ്ഞു. നീ ഇനി ഈ ബംഗ്ലാവിന് പുറത്തിറങ്ങരുത്. എൻ്റെ ആളുകൾ ഇവിടെയുണ്ടാകും. ഒരു തെമ്മാടിയും ഇവിടെ കാണരുത്. ഒരുത്തിൻ്റെയും സേവനം ഇവിടെ വേണ്ട. എൻ്റെ ഡാഡിയുടെ ആനപ്പിണ്ട പെറുക്കിക്കൊണ്ട് നടന്നവനെയൊക്കെ ഞാൻ പേടിക്കണോ? അഞ്ജന ദേഷ്യപ്പെട്ടു. അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം അജിത് മേനോൻ പോയി. തറയിൽ കിടന്ന കടലാസുകൾ അഞ്ജന ദേഷ്യത്തോടെ ചവിട്ടിത്തെറിപ്പിച്ചു. പട്ടി, അവൻ്റെ ഒരു മെഷീൻ ഇമ്പോർട്ടിംഗ് നുണയൻ. എന്തോ ചതി ആലോചിച്ചുകൊണ്ട് വന്നാണ്. എൻ്റെ ഒരു സിഗ്നേച്ചറിന് വിലയുണ്ടെന്ന് അവനറിയാം. അത് പറഞ്ഞ് അവൾ ഭിത്തിയിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞു. മൃദുലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടിയില്ല. എസ്റ്റേറ്റിലേക്ക് വന്നതേ അബദ്ധമാണെന്ന് അവൾക്ക് ഉറപ്പായി. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് ബുദ്ധി, അല്ലെങ്കിൽ പലതും താൻ കാണേണ്ടി വരും. പക്ഷേ ഇവളെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് വരുന്നില്ല. പൊട്ടിക്കരയുന്ന മകളെ മേനക ആശ്ലേഷിച്ചു. എൻ്റെ മോളെ, നീ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്? അവൾ തലയുയർത്തി മമ്മിയെ നോക്കി. ഇപ്പോൾ കുറ്റം എൻ്റേതായോ? മമ്മി കൂടി എന്നെ കൊല്ലാൻ കൂട്ടു നിൽക്കുകയാണോ? എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്നെ കൊല്ലാൻ കൂട്ടു നിന്നെന്നോ? എൻ്റെ ഈശ്വര, അവർ കരഞ്ഞു. മൃദുലയ്ക്ക് ഒരു കാഴ്ചക്കാരിയായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അടുത്തെങ്ങും ഒരു മനുഷ്യജീവിയുമില്ലായിരുന്നു. ഒരനക്കവും ശബ്ദവുമില്ലാത്ത ബംഗ്ലാവിൻ്റെ ചുമരുകളിൽ മമ്മിയുടെയും മകളുടെയും തേങ്ങൽ വീണുടഞ്ഞു. മൃദുലയ്ക്ക് വളരെ വിഷമം തോന്നി. മോളെ, മമ്മിക്കൊരു തെറ്റുപറ്റി. അപ്പോഴെങ്ങനെ സംഭവിച്ചു പോയി. ഡാഡി മരിച്ചപ്പോൾ നമുക്കൊരു തുണ വേണ്ടേ? ഈ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ? അന്ന് ഞാനെങ്ങനെയൊക്കെ ചിന്തിച്ചു. എനിക്ക് തെറ്റുപറ്റി. അയാൾ നമ്മളെ കാത്തുകൊള്ളുമെന്ന് കരുതി. പിന്നീടാണ് അറിഞ്ഞത് അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന്. അഞ്ജന നടുങ്ങി.
അതെ മോളെ, സത്യമാണ്. വളരെ വൈകിയാണ് ഞാൻ അതറിഞ്ഞത്. നാട്ടിൽ നിന്നൊരു സ്ത്രീയും കുട്ടിയും അയാളെ കാണാൻ വന്നു. അതും വീട്ടുകാരറിഞ്ഞുള്ള കല്യാണമല്ല. അയാൾ അവളെ പ്രലോഭിപ്പിച്ച് ചതിച്ചതാണ്. കുട്ടിയായപ്പോൾ സ്ഥലം വിട്ടു. മമ്മിക്ക് അവനെ വെടിവെച്ച് കൊല്ലാൻ പാടില്ലായിരുന്നോ? അഞ്ജന ചോദിച്ചു. ഡാഡിയുടെ തോക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കതിന് കഴിഞ്ഞില്ല മോളെ. ധൈര്യം വന്നില്ല. സ്വയം ജീവൻ ഒടുക്കാനാണ് തോന്നിയത്. പക്ഷേ മോളെക്കുറിച്ച് ഓർത്തപ്പോൾ അത് വേണ്ടെന്ന് വച്ചു. എങ്ങനെയെങ്കിലും ഈ ജീവിതം അനുഭവിച്ച് തീർത്താൽ മതിയെന്ന് കരുതി. മോളെന്നെ വെറുക്കരുത്. അവർ തേങ്ങിക്കരഞ്ഞു. അയാൾ എന്തിനാണ് മമ്മിയെ തല്ലിയത്? ഇത്ര ക്രൂരമായി തല്ലിച്ചതയ്ക്കാൻ മമ്മി എന്തു തെറ്റ് ചെയ്തു? എന്നിട്ടൊന്നും നിലവിളിക്കുക പോലും ചെയ്യാതെ മമ്മി സഹിച്ചത് എന്തിനാണ്? അതൊന്നും ഞങ്ങൾ കേൾക്കാതിരിക്കാനാണോ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി അടച്ചിട്ടത്? പറയൂ, എന്തിനാണ് അയാൾ മമ്മിയെ ഇങ്ങനെ അടിച്ചത്? അവൾ മമ്മിയുടെ അടികൊണ്ട് കരുവാളിച്ച് കിടക്കുന്ന പാടുകളിലേക്ക് നോക്കി. പറയാം, ഞാനെല്ലാം പറയാം. ഞാൻ എൻ്റെ മോളിൽ നിന്ന് ഒന്നും ഒളിക്കുന്നില്ല. ആ സ്ത്രീ ശരീരത്തിന് ബലം കൊടുക്കാൻ എന്നവണ്ണം ജനലഴികളിൽ പിടിച്ചു. പുറത്തുനിന്ന് വന്ന കാറ്റിൽ മേനകയുടെ മുടിയിഴകൾ ഇളകി. അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അകത്തെ മുറിയുടെ കർട്ടന് മറവിൽ ഒരു ചലനം മൃദുല കണ്ടു. അവളുടെ നെഞ്ചിടിച്ചു. അഞ്ജനെ, അവിടെ ആരോ മറഞ്ഞു നിൽപ്പുണ്ട്, അവൾ മന്ത്രിച്ചു. എവിടെ? ആ കർട്ടനപ്പുറത്ത്. അഞ്ജന വേഗം അവിടേക്ക് ചെന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. കലി ബാധിച്ചതുപോലെയായിരുന്നു അവളുടെ പ്രവൃത്തി. ഒരു കൈകൊണ്ട് കർട്ടൻ മാറ്റിയിട്ട് മറു കൈകൊണ്ട് മറഞ്ഞു നിന്നയാളുടെ മുടിയിൽ പിടിച്ച് ശക്തിയായി വലിച്ച് വെളിച്ചത്തിലേക്കിട്ടു. ആ സ്ത്രീ തറയിൽ വീണ് മരണപരാക്രമത്തോടെ പിടഞ്ഞു. അഞ്ജനയും മൃദുലയും മേനകയും ആ സ്ത്രീയെ നോക്കി. വേലക്കാരി. വീഴ്ചയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഉരുണ്ടു പിരണ്ട് എഴുന്നേറ്റ അവളുടെ കരണത്ത് ഒരടിയും മുതുകിലൊരു ചവിട്ടും അഞ്ജന കൊടുത്തു. അയ്യോ കൊച്ചമ്മ, കൊല്ലല്ലേ, അവൾ നിലവിളിച്ചു. കലി കയറിയ അഞ്ജന അവളെ പിന്നെയും തല്ലി. മേനകയും മൃദുലയും നോക്കി നിന്നതേയുള്ളൂ. അഞ്ജന അവളുടെ മുടിയിൽ പിടിച്ചുയർത്തി. വേലക്കാരിയാണെങ്കിലും അവൾ ഭംഗിയായി അണിഞ്ഞൊരുങ്ങിയിരുന്നു. പലപ്പോഴും അവളെ കാണുമ്പോൾ ഒരു കൊഴുത്ത മതാലസയായാണ് മൃദുലയ്ക്ക് തോന്നിയിട്ടുള്ളത്. മങ്കമ്മ എന്നാണ് അവളുടെ പേര്. അവളുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ധിക്കാരഭാവമുണ്ട്. നിനക്ക് ചാരപ്പണിയുണ്ടോടി? അഞ്ജന ചോദിച്ചു. കുഞ്ഞെ, ഞാൻ അറിയാതെ വന്നതെന്താണേ? അവൾ കരഞ്ഞു. അല്ല, നീ കുറേ നേരമായി മറഞ്ഞു നിൽക്കുകയായിരുന്നു. സത്യം പറയ്, ആരാ നിന്നെ ഇതിനെ ഏർപ്പാട് ചെയ്തത്? കള്ളം പറയരുത്. പറഞ്ഞില്ലെങ്കിൽ തല്ലുമെന്ന രീതിയിൽ അവൾ കൈയോങ്ങി. മുതലാളി, മങ്കമ്മ സമ്മതിച്ചു. എന്തു പറഞ്ഞു മുതലാളി? കുഞ്ഞും കൊച്ചമ്മയും സംസാരിക്കുന്നത് മുതലാളിയോട് പറയണമെന്ന് പറഞ്ഞു. എന്നു മുതലാണ് നീ ഈ പണി തുടങ്ങിയത്? കുഞ്ഞു വന്നതു മുതലാണ്. നീ ഇവിടെ ഇല്ലാത്തപ്പോഴോ? നീ വീട്ടിൽ പോകാറില്ലേ? ജാനകി ഉണ്ടാകും അപ്പോൾ. മുതലാളി നിനക്ക് കൂടുതൽ എന്തെങ്കിലും തരുമോ? എത്ര തരും? അങ്ങനെയൊന്നുമില്ല. അതായത് ഞങ്ങളുടെ രഹസ്യം ചോർത്തി കൊടുത്താൽ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന്, അല്ലേടി? അവൾ മറുപടി പറഞ്ഞില്ല. നിങ്ങളെ അജിത് മേനോനാണോ ഇവിടെ കൊണ്ടുവന്നത്? അതെ. അഞ്ജന മമ്മിയെ നോക്കി. മമ്മി, നമ്മുടെ പഴയ ജോലിക്കാരൊന്നുമില്ലേ? ഇല്ല മോളെ, ഇപ്പോഴുള്ളതെല്ലാം അജിത് നിർത്തിയിരിക്കുന്നവരാണ്, മേനക പറഞ്ഞു. അഞ്ജന മൃദുലയെ നോക്കി. ഉടമസ്ഥരെ ഊണിലും ഉറക്കത്തിലും പിന്തുടരാൻ വേണ്ടി വേലക്കാരികളെ ഏർപ്പെടുത്തിയിരിക്കുന്ന വീരൻ. നമുക്കൊന്ന് തുമ്മാൻ കൂടി പറ്റില്ല ഇവരറിയാതെ. ഭിത്തികൾക്ക് പോലും കണ്ണുകളും കാതുകളും. അവൾ തിരിഞ്ഞ് മങ്കമ്മയോട് നിർദ്ദേശിച്ചു. ഇവിടെയുള്ള വേലക്കാരെയെല്ലാം വിളിച്ചുകൊണ്ട് വരൂ, വേഗം വേണം. അവൾ ഭീതിയോടെ തലക്കുലുക്കി അകത്തേക്ക് പോയി. ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കുമടി മൃദുലേ? എൻ്റെ മമ്മി എങ്ങനെ ഇത്രയും കാലം ഇതൊക്കെ സഹിച്ചു? എനിക്കൊരു സഹോദരനില്ലാതെ പോയല്ലോ. അഞ്ജന ഹതാശയായി നിന്നു. വേലക്കാർ വന്നു നിരന്നു. ഈ നിമിഷം നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. ശമ്പളം ഒന്നും തരാൻ കാണില്ലല്ലോ. വളരെയധികം പണം നിങ്ങൾക്ക് മേനോൻ തന്നില്ലായിരുന്നോ? എല്ലാവർക്കും പോകാം. അഞ്ജന അവരെ പിരിച്ചുവിട്ടു. കുഞ്ഞ്, ഇവിടുത്തെ കാര്യങ്ങൾ? മങ്കമ്മ ആശങ്കയോട് ചോദിച്ചു. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അല്പം കഞ്ഞിയും കൂട്ടാനുമൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കും അറിയാം. മേനോൻ സാറാണ് ഞങ്ങളെ ജോലിക്കെടുത്തത്. സാറ് പറയാതെ ഞങ്ങൾ പോവില്ല, ഒരുത്തി പറഞ്ഞു. മേനോൻ ആരാടി നിൻ്റെ? അഞ്ജന ചീറിക്കൊണ്ട് അവളുടെ നേരെ ചെന്നു. ഇനി മേനോൻ ഇവിടെ കാല് കുത്തൂല, അറിയാമോ നിനക്ക്? ഞാൻ പോലീസിനെ വിളിക്കാതിരിക്കണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ നിശ്വസിച്ചുകൊണ്ട് ഒരിടത്തിരുന്നു. തനിക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നു എന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. പൂമുഖത്ത് കാവൽക്കാരെ പോലെ അജിത് മേനോൻ്റെ ആളുകൾ നിൽക്കുന്നത് അവൾ കണ്ടു. ഇത്രയൊക്കെ ചെയ്തെങ്കിലും താനിവിടെ സുരക്ഷിതയല്ലെന്ന തോന്നൽ അഞ്ജനയ്ക്കുണ്ടായി. ശ്മശാന മൂകത ആ ബംഗ്ലാവിൽ തളം കെട്ടി നിന്നു. എസ്റ്റേറ്റ് സ്വന്തമാക്കാനാണ് അയാളുടെ പ്ലാൻ. അത് നടക്കില്ല. എനിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും, അഞ്ജന പിറുപിറുത്തു. മോളെ, അയാൾ അപകടകാരിയാണ്. എന്ത് ചെയ്യാനും മടിക്കില്ല, മേനക പറഞ്ഞു. എനിക്കറിയാം. മമ്മി അയാൾക്ക് ഏതെങ്കിലും ബ്ലാങ്ക് പേപ്പറുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? എന്നോട് ഏതൊക്കെയോ കാര്യങ്ങൾക്ക് ഒപ്പ് വാങ്ങിയിട്ടുണ്ട്. ചിലത് ഞാൻ നിഷേധിച്ചപ്പോഴാണ് എന്നെ മർദ്ദിച്ചത്, ബെൽറ്റ് കൊണ്ട് തല്ലിയത്. അപ്പോൾ ഒപ്പിട്ട് കൊടുത്തു അല്ലേ? മേനക ഒരു നിമിഷം ഓർത്തു. അതെ, അല്ലെങ്കിൽ അയാൾ എന്നെ കൊന്നേനെ.
അതൊക്കെ എൻ്റെ മോളോട് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം അയാളുടെ കയ്യിലാണോ ഇപ്പോൾ? നമ്മളെ തല്ലി ഇറക്കുമോ തെരുവിലേക്ക്? അവൾക്ക് ആദിയായി. എനിക്കൊന്നും അറിയില്ല മോളെ. മേനക നിസ്സഹായായിരുന്നു. എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനൊരു പാവയായി കഴിയുകയാണ്. കേട്ടപ്പോൾ മൃദുലയ്ക്കും വരാൻ പോകുന്ന അപകടത്തിൻ്റെ ഭീകരത മനസ്സിലായി. എനിക്ക് അഡ്വക്കേറ്റിനോട് സംസാരിക്കണം. അയാൾ നമ്മളെ കൊന്നാലും ആരെങ്കിലും ഒരാൾ അറിയണമല്ലോ. അവൾ ഡയറക്ടറി നോക്കി അഡ്വക്കേറ്റ് ചെറിയാൻ്റെ നമ്പർ കണ്ടുപിടിച്ചു. ഫോൺ ചെയ്യാൻ ഡയൽ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോമാച്ചൻ പിന്നിൽ നിന്ന് വന്നു റിസീവർ പിടിച്ചു വാങ്ങി ക്രേഡിലിൽ വെച്ചു. എന്താ കാര്യം? അഞ്ജന തിരക്കി. ഫോൺ ചെയ്യുന്നത് ആർക്കാണ്? അയാൾ ചോദിച്ചു അധികാരഭാവത്തിൽ. എനിക്ക് മനസ്സുള്ളവർക്ക്. അത് ചോദിക്കാൻ താനാരാണ്? അഞ്ജന ദേഷ്യപ്പെട്ട് ഫോൺ എടുക്കാൻ ശ്രമിച്ചു. അയാൾ സമ്മതിച്ചില്ല. വാതിൽക്കൽ മറ്റു ഗുണ്ടകളും നിൽക്കുന്നത് അവൾ കണ്ടു. ഫോൺ ചെയ്യാൻ പറ്റില്ല. മുതലാളി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എതിർക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്, അയാൾ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അഞ്ജന അയാളെ കൊല്ലുന്ന നോട്ടം നോക്കി. പിന്നെ പിന്തിരിഞ്ഞു. കുറേ നേരം കഴിഞ്ഞ് അവൾ മൃദുലയോട് പറഞ്ഞു, നീ മമ്മിക്ക് കൂട്ടിരിക്കേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടെ? അവൾ ചോദിച്ചു. എനിക്ക് ഡേവിഡിനെ കാണണം. അയാളെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അവന്മാർ തടയില്ലേ? പോകാൻ പറ്റുമോ? തടഞ്ഞാൽ ഞാൻ ഒരുവനെ വണ്ടിക്കയറ്റി കൊല്ലും. ജയിലിൽ പോയാലും വേണ്ടില്ല. ഇതിനേക്കാൾ നല്ലത് അതാണ്. അവൾ പുറത്തിറങ്ങി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. വഴിക്ക് വെച്ച് സിബിയെ കണ്ടുമുട്ടി. അവൾ ഹോസ്പിറ്റലിൽ ഡേവിഡിനെ കണ്ടു. ഡോക്ടർ അനന്തൻ കുശലപ്രശ്നം ചോദിക്കാൻ വന്നെങ്കിലും അവൾ ഒഴിവാക്കി. ഗുണ്ടകൾ തന്നെ അടിച്ച കാര്യവും തൻ്റെ കൂട്ടുകാർ തിരിച്ചടിച്ച കാര്യവും ഡേവിഡ് പറഞ്ഞു. വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അവളും. 2 മണിക്കൂർ അവർ സംസാരിച്ചു. തൻ്റെ കൂട്ടുകാരെ ബംഗ്ലാവിലേക്ക് അയക്കാമെന്ന് ഡേവിഡ് പറഞ്ഞു. അഞ്ജനയ്ക്ക് ചാൾസിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ എവിടെയാണെന്ന് ഒരു രൂപവുമില്ല. അയാൾ ഒളിച്ചു താമസിക്കുകയാണ്. തോമാച്ചനും മറ്റും അവളെ പിന്തുടർന്നെത്തി. അഞ്ജന തിരിച്ചു ബംഗ്ലാവിൽ വന്നു. മമ്മിയോടൊപ്പം ഭക്ഷണമുണ്ടാക്കി കഴിച്ചു. രാത്രി വളരെ വൈകി അജിത് മേനോൻ ബംഗ്ലാവിലെത്തി. ആരോടും മിണ്ടാതെ മുറിയിൽ പോയി ഉറങ്ങി. രാവിലെ മേനക കാപ്പിയുണ്ടാക്കാനായി കിച്ചണിലേക്ക് ചെന്നു. പുറത്ത് വെളിച്ചം വീഴുന്നതേയുള്ളൂ. വളരെ കാലം കൂടിയായിരുന്നു അവർ കിച്ചണിൽ പെരുമാറുന്നത്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് തീപ്പെട്ടി ഉരച്ചു. ആ ക്ഷണം സ്ഫോടനമുണ്ടായി. മുറിയാകെ തീയാളിപ്പടർന്നു. നിലവിളി കേട്ട് അഞ്ജനയും മൃദുലയും ഞെട്ടിയുണർന്ന് ഓടി വന്നു. അടുക്കളയുടെ ഭാഗത്ത് വീണ്ടും പൊട്ടിത്തെറി കേട്ടു. അവർ അവിടേക്ക് കുതിച്ചു. കിച്ചണിൻ്റെ വാതിലിലൂടെയും ജനലുകളിലൂടെയും തീ പുറത്തേക്ക് ഒഴുകുന്നത് കണ്ട് ഞെട്ടി വിറച്ചുപോയി. ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്നു. ഒരു നിലവിളി. മേനക ശരീരമാകെ കത്തിയെരിഞ്ഞ് വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത് അവർ കണ്ടു. ഒരു മനുഷ്യപന്തമായി അവൾ ആളിക്കത്തുകയായിരുന്നു. ആ കാഴ്ച കണ്ട അഞ്ജനയ്ക്കും മൃദുലയ്ക്കും തലകറങ്ങി. മേനക ശരീരമാകെ കത്തി അവിടമാകെ ഓടി നടന്നു. മോളെ! വല്ലാത്തൊരു നിലവിളിയോടെ അവർ തറയിൽ വീണുരുണ്ടു. ശരീരത്തിൻ്റെ ചലനം നിലച്ചിട്ടും ആ ശരീരം കത്തിക്കൊണ്ടിരുന്നു. മനുഷ്യമാംസം വെന്ത മണം അവിടെ പരന്നു. മമ്മി! അഞ്ജന ബോധമറ്റ് വീണു. മൃദുല ഭിത്തിയിൽ ചാരി നിന്നു. ശരീരം തളർന്നു മറിഞ്ഞു വീഴാതിരിക്കുവാനായി അവൾ തൊട്ടടുത്ത ജനൽ കമ്പികളിൽ പിടിച്ചു. അജിത് മേനോനും അയാളുടെ സഹായികളും ഓടി വന്നു. അങ്കിൾ! മേനക ആൻറ്റി! മൃദുല നിലവിളിച്ചു. വളരെ വിഷമിച്ചാണ് അവൾക്ക് ശബ്ദം കിട്ടിയത് തന്നെ. അടുക്കളയിൽ അപ്പോഴും തീ അണഞ്ഞിരുന്നില്ല. അഞ്ജന വീണ് കിടക്കുന്നത് കണ്ട് മേനോൻ ചോദിച്ചു, അഞ്ജനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ മൃദുലേ? ഈ കാഴ്ച കണ്ട് ബോധം കെട്ടതാണ്, അവൾ പറഞ്ഞു. മേനോൻ അഞ്ജനയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മൃദുലയും സഹായിച്ചു. അവളെ അകത്ത മുറിയിൽ കൊണ്ടുപോയി കിടത്തി. എന്താ ഉണ്ടായത്? നിങ്ങളുടെ നിലവിളിയാണ് ഞാൻ കേട്ടത്. മേനോൻ മൃദുലയെ നോക്കി. അവൾ മേനക മരിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ആൻറ്റിയുടെ നിലവിളിയും പൊട്ടിത്തെറിയും കേട്ടാണ് ഓടി വന്നത്. അപ്പോൾ കണ്ട കാഴ്ചയാണത്. വേലക്കാരെയെല്ലാം പറഞ്ഞു വിട്ടിട്ട് യാതൊരു പരിചയവുമില്ലാത്ത മേനക അടുക്കളയിൽ പെരുമാറി. ബുദ്ധിയുള്ളവരാരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? അയാൾ ചോദിച്ചു. അവൾ ശബ്ദിച്ചില്ല. ഞാൻ ഫാക്ടറിയിലേക്ക് വിളിക്കാം. തീയണയ്ക്കാൻ കഴിവുള്ളവർ അവിടെയുണ്ട്. പോലീസിലും അറിയിക്കാം. അയാൾ ഫോൺ ചെയ്യാൻ പോയി. അരമണിക്കൂറിനുള്ളിൽ ആളുകളെത്തി തീയണച്ചു. പോലീസും വന്നു. അഞ്ജന ബോധം തെളിഞ്ഞെങ്കിലും ഒരു ശവം പോലെ കിടന്നതേയുള്ളൂ. എല്ലാം കാണാൻ മൃദുല മാത്രം ഉണ്ടായി. അവൾക്കാണെങ്കിൽ പേടിയായിരുന്നു. വിശ്വസിച്ച് ബന്ധപ്പെടാൻ ആരും അവിടെയില്ല. പിന്നെ എന്തു ചെയ്യും? ആരുമില്ല ഒരു സഹായത്തിന്. പോലീസ് മഹസർ തയ്യാറാക്കാൻ തുടങ്ങിയപ്പോൾ അഞ്ജന എഴുന്നേറ്റു. അവൾ വളരെ ധൈര്യത്തോടെ പെരുമാറുന്നത് കണ്ടപ്പോൾ മൃദുലയ്ക്ക് ആശ്വാസമായി. എങ്ങു നിന്നോ ശക്തി ലഭിച്ചതുപോലെയാണ് അവളുടെ പെരുമാറ്റം. പോലീസുകാരോട് അവൾ പതറാതെ സംസാരിച്ചു. പെലിക്കൻ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വളരെയധികം ആളുകൾ വിവരമറിഞ്ഞ് അവിടേക്ക് വാഹനങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നു. കഥ തുടരും.